പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിക്കുന്നത്, വലിയ സംഖ്യകളെ രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിക്കുന്നതാണ് പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ പാഠം അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. ആ രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിക്കൽ കൂടി പഠിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ വർക്കുകളോട് കഴിഞ്ഞാൽ ഈ പാഠം കഴിയും. അപ്പോൾ ഹരണം ഈ പാഠത്തോടു കൂടി എല്ലാവർക്കും ക്ലിയർ ആയിരിക്കണം. ഇവിടെ 693 rupees spent 11 caps, price of 1 cap. 693 രൂപ 11 തൊപ്പികൾക്ക് ചെലവഴിച്ചെങ്കിൽ ഒരു തൊപ്പിയുടെ വില എന്ത് എന്നാണ്. അപ്പം നമ്മൾ 693നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. ഇവിടെ 69, ഫസ്റ്റ് 6ൽ 11 ഇല്ല, 11 ഇല്ല, അപ്പൊ 69 എടുക്കണം. 69ൽ എത്ര 11 ഉണ്ട്? 69ൽ എത്ര 11 ഉണ്ട്? അപ്പോൾ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയെങ്കിൽ എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്. 11, 22, 33, 44, 55, 66 ഇങ്ങനെയാണ്. നമ്മൾ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണനപ്പട്ടിക പഠിച്ചതാണ്. അപ്പം 6 11 ആണ് 66. അപ്പൊ 6 11 66, 6 11 66. ഈ 69 66 കുറയ്ക്കാം. അപ്പൊ 9 6 കുറച്ചാൽ 9 6 കുറച്ചാൽ 3, 6 6 മൈനസ് ചെയ്താൽ 0. അപ്പൊ 3 കിട്ടി. ഇനി നമ്മൾ അടുത്ത സംഖ്യ ഈ 3 എന്ത് ചെയ്യണം? താഴോട്ട് ഇറക്കി എഴുതണം. 3 അപ്പൊ 33 ആണ്. വളരെ ഈസിയാണ്. 3 11 ആണ് 33. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര? ആൻസർ 63 ആണ്. ആൻസർ 63 ആണ്. ഇതേപോലെയാണ് ഇത് ചെയ്യാം. ഇനി അടുത്തൊരു സംഖ്യ നോക്കാം നിങ്ങൾ. 16,425, 6,425. ഇതിനെ നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 16ൽ എത്ര 15 ഉണ്ട്? 16ൽ എത്ര 15 ഉണ്ട്? 1. ഒരു 15 ആണ് 16ലുള്ളത്. ഒരു 15 15 മൈനസ് ചെയ്യാം. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. 6ൽ 6ന്ന് 5 കുറയ്ക്കുക, അപ്പോൾ 1. 1ന്ന് 1 കുറച്ചാൽ 0. നമ്മൾ അടുത്ത 4 ഇറക്കി ഇടണം. ഈ 4 താഴോട്ട് ഇറക്കി ഇടുക. ഇവിടെ 14ആയി. 14ൽ എത്ര 15 ഉണ്ട്? 14ൽ 15 ഉണ്ടോ? 14ൽ 15 ഉണ്ടോ? 14ൽ 15 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇല്ലെങ്കിൽ ഇവിടുന്ന് ഒരു സംഖ്യ ഇറക്കി എഴുതിയിട്ട് പോകുന്നില്ലെങ്കിൽ ഇവിടുന്ന് ഒരു സംഖ്യ അങ്ങോട്ട് ഇറക്കി ഇത് പോകുന്നില്ലെങ്കിൽ ഇവിടെ 14ൽ 15 പോവില്ല. 15 അപ്പൊ ഇത്ര 0 ഇവിടെ ഇടണം. ഇതാണ് ഏറ്റവും പല കുട്ടികളും കണക്ക് ഹരിക്കുന്ന കണക്ക് ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന ഒരു ഇതാണ്. ഏത്? മുകളിൽ നിന്ന് ഒരു സംഖ്യ ഇറക്കി എഴുതിയിട്ട് പോവില്ലെങ്കിൽ ഇവിടെ 0 ഇടൂല. 14ൽ എത്ര 15 ഉണ്ട്? 15 ഇല്ല, 0 ആണ്. അപ്പൊ 0 അവിടെ ഇടണം. ഇട്ടിട്ടില്ലെങ്കിൽ തെറ്റാണ്. ഇനി നമ്മൾ അടുത്ത 2 ഇവിടെ തന്നെ ഇറക്കി ഇടാം. 2 142ൽ എത്ര 15 ഉണ്ട്? ആ 15ന്റെ ഗുണനപ്പട്ടിക അറിയാം, അല്ലെങ്കിൽ 15 ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റൊരു ഐഡിയ എന്താ വെച്ചാൽ 10 15 150. ഇവിടെ 142 ഉള്ളൂ, പെട്ട കുറവ്. അപ്പൊ എത്ര ഉണ്ടാവും? 9 ഉണ്ടാവും. 9. 10 15 150 ആണ്, ഇവിടെ 142 ഉള്ളൂ. അപ്പൊ നമ്മൾ 1 കുറയ്ക്കുക, 9. 9 15 എത്ര? 9 5 45, ബാക്കി 4, 9 1, അപ്പൊ 135. ആ 150ന്ന് 15 കുറച്ചാൽ മതി. അപ്പൊ 135 കിട്ടും. നമ്മൾ മൈനസ് ചെയ്യാം. 2ന്ന് 5 കുറയ്ക്കൂല, കടെടുത്ത് 12ന്ന് 5 കുറച്ചാൽ 7, 3ന്ന് 3 കുറച്ചാൽ 0, 1ന്ന് 1 കുറച്ചാൽ 0. അപ്പൊ 7 ആണ് കിട്ടി. ഇനി ഈ 5 എന്ത് ചെയ്യണം? ഈ 5 ഇവിടെ ഇറക്കിയിടണം. 5 75ൽ എത്ര 5 ഉണ്ട്? 75ൽ എത്ര 5 ഉണ്ട്? അപ്പം 5ന്റെ ഗുണനപ്പട്ടിക നമ്മൾ നേരത്തെ പഠിച്ചു. 10 15 150 എന്ന് പഠിച്ചു. 10 15 150 ആണ്. 150ന്റെ പകുതിയാണ് 75. 150ന്റെ പകുതിയാണ് 75. അപ്പൊ 5 15. വേണമെങ്കിൽ 15 30 45 60 75. 5 15 ആണ് 75. 5 15 75. 5 മൈനസ് 0. ഇതാണ് പിന്നെ ഹരിക്കുന്ന കണക്ക്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷ് മീഡിയക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് പറയുന്ന പേര് ഡിവിഡൻഡ് എന്നാണ്. നമ്മൾ ഹരിക്കുന്ന സംഖ്യ അല്ലേ, ഹരിക്കുന്ന സംഖ്യക്ക് പറയാം ഡിവിഡൻഡ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഡിവിഡൻഡ് എന്ന് പറയാം.
ഡിവിഡൻഡ് ഇംഗ്ലീഷിൽ ഈ നമ്മൾ ഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യ അല്ലേ, ഹരണസംഖ്യനെ ഡിവിഡൻഡ് എന്നറിയും. ഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കേണ്ടത് ആ സംഖ്യനെ ഡിവൈസർ എന്നാ പറയാ. ഡിവൈസർ, ഡിവിഡൻഡ് ഡിവൈസർ. ആൻസർ അതിന്റെ ഹരണഫലം, മലയാളത്തിൽ ഹരണഫലം എന്ന് പറയും. ഹരണഫലത്തിന് പറയാ കോഷ്യന്റ് എന്ന്. കോഷ്യന്റ് QUOTIENT, ഈ സ്പെല്ലിംഗ് അടക്കം പഠിക്കണം. ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്. പിന്നെ ബാലൻസ് ഉണ്ടാവും ചിലപ്പം. ശിഷ്ടം, ഇവിടെ റിമൈൻഡർ 0, അതിന് റിമൈൻഡർ എന്നാ പറയാം ഇംഗ്ലീഷിൽ. ശിഷ്ടം, മലയാളത്തിൽ ശിഷ്ടം എന്ന് പറയും. റിമൈൻഡർ, റിമൈൻഡർ REMAINDER, റിമൈൻഡർ. റിമൈൻഡർ ഇവിടെ 0. നമ്മൾ ഹരിച്ച ഒരു സംഖ്യ ഹരണം കഴിഞ്ഞിട്ട് ആ സംഖ്യ ഹരിച്ചത് ശരിയാണോ എന്നറിയാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 4 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഈ ഉത്തരം ഉണ്ടല്ലോ അഥവാ കോഷ്യന്റ്, ഹരണഫലം 1095 ഇവിടെ. അതിനെ ഡിവൈസർ, ഹാരകം എന്ന് പറയും മലയാളത്തിൽ, അതായത് ഹരിക്കുന്ന സംഖ്യ. അപ്പോൾ 15 ഡിവൈസർ. ഈ ഹരണഫലവും പിന്നെ ഈ 15 ഗുണിക്കുക, അഥവാ ഏത് സംഖ്യനോണ്ട് ഹരിക്കണമെന്ന് വെച്ചാൽ ആ സംഖ്യയും തമ്മിൽ ഗുണിച്ചിട്ട് റിമൈൻഡർ ഉണ്ടല്ലോ ലാസ്റ്റ് ശിഷ്ടം, ഗുണിച്ച് കഴിഞ്ഞതിന് ശേഷം ശിഷ്ടം ഇതിനോട് കൂട്ടുക. ഇവിടെ 0 ആണ്, അതുകൊണ്ട് ശിഷ്ടം കൂട്ടണ്ട. ഇവിടെ ശിഷ്ടം ഉണ്ടെങ്കിൽ ആ ശിഷ്ടം കൂട്ടുകയും ചെയ്താൽ ആൻസർ ഏത് കിട്ടും? ഈ ഡിവിഡൻഡ് കിട്ടും. അഥവാ നമ്മൾ ഏത് സംഖ്യനെ ഹരിക്കണമെന്ന് വെച്ചാൽ ആ സംഖ്യ കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉത്തരം ശരിയാണെന്ന്. അഥവാ ആൻസറിനെ, കോഷ്യന്റിനെ ഈ ഡിവൈസർ കൊണ്ട് ഗുണിക്കുകയും എന്നിട്ട് റിമൈൻഡർ ഉണ്ടെങ്കിൽ അത് കൂട്ടുകയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കണമെന്ന് വെച്ചാൽ ആ സംഖ്യ, ഏത് സംഖ്യനെ ഹരിക്കണമെന്ന് വെച്ചാൽ ആ സംഖ്യ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉത്തരം ശരിയാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ സംഖ്യകൾ ഹരിക്കുന്നത് പഠിക്കാനാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതോടനുബന്ധിച്ചുള്ള ചില വർക്കുകൾ, പാഠത്തിലെ ചില വർക്കുകൾ നിങ്ങൾക്ക് തരും. അത് എത്രയും പെട്ടെന്ന് ചെയ്ത് അയച്ചു തരാം.